നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടോ? അത് ഏത് വിധത്തിലുള്ള മുടി കൊഴിച്ചിലാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അലോപേഷ്യ ഏരിയറ്റ അങ്ങനൊരു മുടി കൊഴിച്ചിലിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിതിനു മുമ്പ് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തുടർ വീഡിയോ ആണിത്. അലോപേഷ്യ ഏരിയറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താടിയിൽ നിന്ന് തലയിൽ അതേമാതിരി ഈ മീശ, പുരികം ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ ചില ആളുകൾക്ക് റൗണ്ടായിട്ട് പോകും, ചില ആളുകൾക്ക് ഓവൽ ഷേപ്പിൽ പോകാറുണ്ട്, ചില ആളുകൾക്ക് നല്ല തിക്ക് മുടിയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ടോട്ടലി ലോസ് വരും. അതായത് ഇടയിൽ നിന്ന് തിക്നെസ് കുറഞ്ഞു വരും. അത് നമുക്ക് കാണാൻ കഴിയില്ല, പെട്ടെന്നൊന്നും നോട്ട് ചെയ്യാൻ കഴിയില്ലത്. നേരെ മറിച്ച് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ രാവിലെ എണീറ്റ് കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ ഇവിടെ റൗണ്ട് ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എന്താണ് നമ്മൾ കാണാത്തൊരു അസുഖമാണല്ലോ, എവിടെയും കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ വലിയ ഡോക്ടറെ കാണിക്കും. അപ്പോൾ ഈ അലോപ്പതിയിൽ കാണിച്ചാൽ അവർ ഇഞ്ചക്ഷൻ വെക്കാൻ പറയും. അത് ഭയങ്കര ഡേഞ്ചറാണ്, കേടാണ് നമ്മുടെ ശരീരത്തിന്. എന്നാൽ മറ്റുള്ള അവർ തരുന്ന എന്തെങ്കിലും ചെറിയ മരുന്നുകളോ അതുകൊണ്ടൊന്നും ചിലപ്പം പെട്ടെന്ന് അതൊന്നും മാറിക്കോളൊന്നുമില്ല. അതങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു 4-5 വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത താടിയും മീശയും മുടിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കാം. ഇന്നിപ്പോൾ താടിയില്ല, മീശ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, താടിയും ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു തിക്നെസ് താടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രം ചെയ്താണ്. പുരികം വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ, പുരികം വന്നിട്ടില്ല ഫുള്ളായിട്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ മുടിയുടെ പല ഭാഗങ്ങളും പോയിരുന്നു. ഇവിടെയൊക്കെ നല്ല റൗണ്ടായിരുന്നു. അതേപോലെ ഈ 2 സൈഡിൽ ഈ ഒരു ഭാഗത്ത്, അതേപോലെ ഇപ്പോൾ പുറകുവശത്ത് ഒരു 3 ചെറിയ റൗണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈടായിട്ട് ക്ലിയറായി വന്നതാണ്. ഞാൻ ആയുർവേദം കാണിച്ചിട്ടുണ്ട്, അലോപ്പതി കാണിച്ചിട്ടുണ്ട്, യുനാനി, പിന്നെന്തൊരു വേറെ ഒന്നും കൂടിയില്ലേ, ഓർമ്മയില്ല. അങ്ങനെ കാണിക്കാത്ത ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു വർഷം ഏകദേശം 2 മാസമായി ഞാൻ ആയുർവേദ മെഡിക്കൽ കോളേജ് തൃപ്പൂണിത്തുറ അവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് എനിക്ക് ഇത്രയെങ്കിലും റിസൾട്ട് കിട്ടിയത്. ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഒരു പ്രശ്നം വന്ന് ഞാനത് പല ഡോക്ടർമാരെടുത്തും പല ഹോസ്പിറ്റലിലും പോയപ്പോൾ അവിടെയൊക്കെ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഈ പ്രശ്നമായിട്ട്. അവരൊക്കെ 5, 6, 7, 8 വർഷമൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് യാതൊരു റിസൾട്ടും കിട്ടാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന എത്ര ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു എനിക്കൊരു റിസൾട്ട് വന്നപ്പോൾ ഞാനത് അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഞാനിതിന് മുമ്പ് ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ പോയിട്ടുണ്ട്. പോയവർക്കൊക്കെ കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതിലൊരു പ്രശ്നമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 7-8 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ പഴക്കം ചെന്ന സ്പാച്ചുകളുണ്ട്. പക്ഷെ അതിനൊന്നും റിസൾട്ട് വരുന്നില്ല. ഇപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇപ്പോൾ 2-3 മാസമായിട്ട് തുടങ്ങിയിട്ടുള്ള സ്പാച്ചുകൾക്കാണ് ഇപ്പോൾ റിസൾട്ട് പെട്ടെന്ന് കണ്ടു എന്നും പറഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അവിടെ പിന്നെ ഇത് ചിലപ്പോൾ ഫലിച്ചോളന്നില്ല. ഇപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ മുടി പോയ ഭാഗത്ത് സ്കിന്ന് റിമൂവ് ചെയ്യും. ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തെങ്ങാണ്ട് അവിടെ ഒരു സ്കിന്നിനെ ഒന്ന് ഇതാക്കി തരും, ഗ്രിപ്പ് ചെയ്ത് തരും. അവിടെ റൂട്ട് ഉണ്ടാവില്ല നമുക്ക് ഓൾറെഡി. കാരണം ഇങ്ങനെ മുടി പോയ ആളുകളുടെ റൗണ്ടിൽ ഭയങ്കര ഗ്ലേസിങ് ആയി. കാരണം അവിടെ റൂട്ടടക്കം പോയിട്ടുണ്ടാവും, മിസ്സായിട്ടുണ്ടാവും. ഭയങ്കര തിളക്കം ഉള്ളൊരു ചർമ്മമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആ തിളക്കം ചെന്ന ചർമ്മത്തെ റിമൂവ് ചെയ്യാണ് അവർ. റിമൂവ് ചെയ്തിട്ട് അവിടെ രണ്ടാമത് നമ്മൾ അവർ തരുന്ന മെഡിസിൻ അപ്ലൈ ചെയ്ത് ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നും പിന്നെ കുറച്ച് മറ്റ് മെഡിസിനുകളുണ്ട്. ആ മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മളൊരു 3 മാസം അല്ലെങ്കിൽ 4-5 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് വന്നു തുടങ്ങും. അങ്ങനെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എന്നോട് ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് പോയ ആളുകൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഡീറ്റെയിൽസ് ഉണ്ടായിട്ടെന്ന് അറിഞ്ഞത്. ഏകദേശം ഒരു വർഷം 2 മാസമായി ഞാൻ ഇപ്പോൾ അവിടുത്തെ ഇതിലാണുള്ളത്.
2 വർഷം നിർത്താതെ മെഡിസിൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 ഐറ്റം ക്യാപ്സൂളുണ്ട്, പിന്നെ 1-2 ഐറ്റം മരുന്നുകൾ വേറെയുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ആ മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ, പറ്റുകയാണെന്ന് അടുത്ത വീഡിയോയിൽ മെഡിസിൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പക്ഷേ ആ മെഡിസിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടിട്ടാണ് മെഡിസിൻ യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാവില്ല. ഞാൻ പറഞ്ഞല്ലോ, അലോപേഷ്യ ഏരിയറ്റ് ഉണ്ട്, അലോപേഷ്യ ടോട്ടാലിസം, അലോപേഷ്യ യൂണിവേഴ്സൽ, ഇങ്ങനെ 3-4 വിധത്തിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു നോർമലി ആളുകൾക്ക് ചെറിയ ഡോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 1-2 മാസം കൊണ്ട് ഒരു മരുന്ന് യൂസ് ചെയ്യാതെ തന്നെ റിക്കവറി ആവേണ്ടി പോയ മുടി അവിടെ തന്നെ വരുന്നുണ്ട്. ചില ആളുകൾക്ക് അത് പിന്നെ ഇങ്ങനെ ഒരു സ്പാച്ച് വന്ന് പിന്നെ 2ആയി 3ആയി ഇങ്ങനെ സ്പാച്ച് കൂടും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഡോക്ടറെ കണ്ടിട്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മെഡിസിനോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ ആയുർവേദമാകുമ്പോൾ പഥ്യങ്ങളുണ്ടാവും, അത് നിർബന്ധമാണ്. അലോപ്പതിയിൽ പിന്നെ പഥ്യങ്ങളൊന്നുമില്ല. അവർ പിന്നെ പുരട്ടാനുള്ള മരുന്ന് തരും, ഇഞ്ചക്ഷൻ വേണമെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്ത് തരും. പക്ഷേ ഇഞ്ചക്ഷൻ ഭയങ്കര കേടാണ് നമ്മുടെ ശരീരത്തിന്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള മുടി കൊഴിച്ചിലാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു സുപ്രഭാതത്തിൽ മുടി, നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് 100 മുടി കൊഴിച്ചിലൊക്കെ നോർമലാണെന്നുള്ളത്. പക്ഷെ നമുക്കിത് എണ്ണിയെടുക്കാൻ പറ്റില്ലല്ലോ, ഇത് 100 ആണോ 110 ആണോ എന്നുള്ളത്. അപ്പം മുടിയൊക്കെ കൊഴിഞ്ഞ് പോകുമ്പോൾ കഴിയുന്നതും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച്, നമ്മൾ ഈ മാർക്കറ്റിൽ കാണുന്ന എല്ലാ മെഡിസിനും വാങ്ങി യൂസ് ചെയ്യരുത്. ഒരുപാട് ഐറ്റം ക്രീമുകളുണ്ട്, ഒരുപാട് ഐറ്റം എണ്ണകളുണ്ട് മാർക്കറ്റിൽ നിന്ന്. എല്ലാം വാങ്ങി യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു എണ്ണ ഒരാളൊരു ഓൺലൈൻ മീഡിയയിൽ വന്ന് പരിചയപ്പെടുത്തി ആ എണ്ണ നമ്മൾ ഓർഡർ ചെയ്യും. ആ ഓർഡർ ചെയ്ത എണ്ണ അവർ പറയുന്നുണ്ടാവും 3 കുപ്പി 4 കുപ്പി ഒക്കെ യൂസ് ചെയ്യണം കേട്ടോ എന്ന്. പക്ഷെ നമ്മളൊരു കുപ്പി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. ഒരു കറക്റ്റ് കണ്ടിന്യൂറ്റി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടൊന്നും നമുക്ക് കിട്ടില്ല. എണ്ണ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. കാരണം എനിക്ക് നല്ല താരൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടാവും. എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് എണ്ണ യൂസ് ചെയ്തിരുന്നതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താരൻ പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ ആയുർവേദത്തിൽ അതേപോലെ അലോപ്പതി ഒക്കെ ചെയ്തിട്ട് പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയത് ആയുർവേദത്തിലാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലെടുത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 100% റിസൾട്ടാണ്, ഓക്കെയാണ് ഞാൻ. പക്ഷെ അതിന് മുമ്പ് ഞാൻ ആയുർവേദം ചെയ്തിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തുനിന്ന്. പക്ഷെ അവിടുന്ന് എനിക്ക് റിസൾട്ടൊന്നും വന്നിട്ടില്ല. അവിടുന്ന് ഇങ്ങനെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മെഡിസിൻ തരും, 1 മാസത്തിനുള്ള ആ മെഡിസിൻ കഴിക്കുക, വീണ്ടും ആ മാസം കറക്റ്റ് ആകുമ്പോൾ ചെല്ലുക, അടുത്ത ഡോക്ടറെ കാണിക്കുക, ഡോക്ടർ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക, ആ മെഡിസിൻ മേടിച്ച് പോരുക. അങ്ങനെ 6-7 മാസം ഒരു ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിരുന്നു. എനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറൊരു ആയുർവേദം പിന്നെ നോക്കിയിട്ടുണ്ട്. അതിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ തൽക്കാലം തട്ടി ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. കാരണം ഇത് പൈസ ഇങ്ങനെ പോവല്ലേ, ഒരു മാറ്റം വരുന്നില്ല. പിന്നെ അന്ന് ഇതേമാതിരി തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ആണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ലേഡി ജെൻസ് എന്നല്ല, ഇത് മടങ്കലം വരുന്നൊരു അസുഖമാണ്. വലിയവർക്കോ ചെറിയവർക്കോ എന്നില്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ വർക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് വരുന്ന വല്ല അലർജിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വിചാരിച്ചിരുന്നത്. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നത്, അതേമാതിരി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്, അതുപോലെ 6-7 വയസ്സായ കുട്ടികൾക്ക് വരുന്നുണ്ട്, പിന്നെ ഒരുപാട് ഏജുള്ള സ്ത്രീകൾക്കുണ്ട്, ഏജ് കുറവുള്ള സ്ത്രീകളുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എൻ്റെ ഡ്യൂട്ടി എൻ്റെ വർക്ക് സംബന്ധമായിട്ട് എനിക്ക് വരുന്നൊരു പ്രശ്നമാണ്. കാരണം സ്ട്രെസ്സ് ഭയങ്കര പ്രശ്നമാണ്. പൊതുവേ നമ്മുടെ ഈ മുടി കൊഴിച്ചിൽ സ്ട്രെസ്സ് പാടില്ല. നല്ല പ്രോട്ടീനായിട്ടുള്ള ഫുഡ് കഴിക്കണം, നല്ല ഉറക്കം വേണം. ഇതൊക്കെ എനിക്ക് കുറവാണ്. ടൈമിന് ഫുഡ് നമുക്ക് കിട്ടാറില്ല, കറക്റ്റ് ഉറക്കം കിട്ടാറില്ല, പിന്നെ വർക്കിനനുസരിച്ചുള്ള ടെൻഷനും. അങ്ങനെ ആയിട്ടൊക്കെയാണ് പിന്നെ താൽക്കാലികമായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതിൽ ഡോക്ടറെ കണ്ടപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്
നമുക്ക് എന്തൊക്കെ ഫുഡ് ഇതിന് കഴിക്കാം, ഏതൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഈ തലയിൽ താരനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചില ഫുഡുകളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മുടി കൊഴിച്ചിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പിന്നെ അതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒരുപാട് പഴക്കം ചെന്നാലാണ് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റിന് റിസൾട്ട് ഇല്ലാത്തത്. ഒരു 1-2 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയ മുടിയെല്ലാം തിരിച്ചു വരും. അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്ക് ലാസ്റ്റ് പോയതാണ് ഫസ്റ്റ് വന്നത്. ആദ്യം പോയതൊന്നും വന്നിട്ടില്ല ഇപ്പോഴും. കാരണം അത് വന്നുകൊണ്ടേ ഇരിക്കണുള്ളൂ. ഇപ്പോൾ ഞാൻ താടിയാണ് എൻ്റെ ഫസ്റ്റ് പോയത്. താടിയിൽ അങ്ങനെ വലിയൊരു തിക്കായിട്ട് എയർ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഡ്രം ചെയ്ത് നടക്കുകയാണ്. പഠിക്കാറില്ല, പഠിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീശ ഏകദേശമൊക്കെ ഒരു 70-80% സെറ്റായിട്ടുണ്ട്. പുരികം സെറ്റായിട്ടില്ല, വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ സമയമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. പിന്നെ ലാസ്റ്റ് പോയതിൻ്റെ തലേന്നാണ്. ആ തലയിലെ പ്രശ്നങ്ങളൊക്കെ 98-99% സോൾവ് ആയിട്ടുണ്ട്. 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ തിക്നെസ് കുറവുണ്ട്. അത് കാരണം ഞാനിപ്പോൾ ട്രിം ചെയ്തിരുന്നു ഒന്ന് നോക്കാൻ. എവിടെയെങ്കിലുമൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി ഒരുപാട് ഉണ്ടായാലും അറിയാൻ കഴിയില്ല. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് ട്രിം ചെയ്താണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ ഏകദേശമൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്ത് സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാനിതിലിടാൻ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൂടിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് അത് ഹെൽത്ത് ഫുഡാവില്ല. നല്ല പ്രോട്ടീനുള്ള ഫുഡുകൾ നമ്മളെ ശരീരത്തേക്ക് വേണം. നമ്മളെ ഹെയർ മെച്ചപ്പെടാൻ, അതുപോലെ സ്കിന്നിന് ഒക്കെ സംബന്ധമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഇതിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും നിങ്ങളുടെ ഇതിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ടെൻഷൻ അടിക്കണ്ട, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.